ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിൻ്റെ ഒരു ചെറിയൊരു ഹോസ്റ്റൽ ടൂർ വീഡിയോ ആണ്. അതായത് ഹോസ്റ്റലൊന്ന് ചെറുതായിട്ടൊന്ന് ചുരുക്കി കാണിച്ചു തരാം. മൊത്തം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാനൊന്നുമില്ല, ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഹോസ്റ്റൽ കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും പോവുകയാണ്. അപ്പോൾ ഇനിയൊരു ഹോസ്റ്റൽ ടൂർ വീഡിയോ ചെയ്യാൻ പറ്റണം എന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ തന്നെ ഇത്ര ധൃതിയായിട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം. ഇവിടെയാണ് ഞങ്ങൾ തിരുമ്പുന്ന കല്ലും അതുപോലെ ആറിടുന്ന സ്ഥലവും. മേലത്തവർ താമസിക്കുന്ന ഏരിയയാണ്. മേലെ 6 കുട്ടികളുണ്ട്. അപ്പം അവർക്ക് കയറിപ്പോവാനുള്ള ഗ്രില്ലും കാര്യങ്ങളാണ് ഇത്. പിന്നെ കുറച്ചിങ്ങനെ ചെരുപ്പുകളൊക്കെ ബാക്കിയുള്ളതും പിന്നെ കുറേ പണിയുടെ ബാക്കി സാധനങ്ങളൊക്കെയാണ് തോന്നുന്നു. ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പഠിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. പഠിക്കണം, ഫുഡ് കഴിക്കലൊക്കെ ഇവിടെ തന്നെയാണ്. പിന്നെ ഈ കാണുന്നത് ഞങ്ങളുടെ റൂം, ഈ കാണുന്നതൊക്കെ അതുല്യടിയും അവരുടെയൊക്കെ റൂം. പിന്നെ ഇതൊരു ഡ്രസ്സ് മാറ്റാനൊക്കെ ഉള്ള, ഡ്രസ്സ് മാറ്റല്ല, അലമാരൊക്കെ ഇരിക്കുന്നൊരു ചെറിയൊരു ഏരിയ കാണിച്ചു തരാം. ഈ മേശയിൽ കുറേ അൽക്കുലത്തെ സാധനങ്ങളുണ്ടാവും. കാരണം അലമാറിൻ്റെ മുന്നിലായതുകൊണ്ട് തന്നെ തിന്നാനുള്ളതും റെഡി ആവാനുള്ളതും ഒക്കെ ഇതിലായിരിക്കും. പിന്നെ അലമാര വേറെ ഒന്നുമില്ല ഇവിടെ. ഈ കാണുന്നതാണ് അടുക്കള. അപ്പോൾ നേരെ അടുക്കളയ്ക്ക് പോകണ വഴിയിൽ ചെറിയൊരു വാഷ് ബേസിൻ, അവിടെ ഞങ്ങൾ കുറച്ച് ചൂലൊക്കെ വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ അതാ അടുക്കളയിൽ പോയാൽ ജ്യോതിക ഇവിടെ പാത്രം കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കറിലാണ് ഫുഡ് വയ്ക്കുക. അത് പിന്നെ വൃത്തികേടായിട്ടാവും കിടക്കുന്നുണ്ടാവുക. കാരണം ഞങ്ങൾ ഇന്ന് നാട്ടിൽ പോവാണ്, പാക്ക് ചെയ്യാണ്. അപ്പോൾ പാക്കിങ്ങിൻ്റെ ഒക്കെയാണ് പകുതി അവിടെയും ഇവിടെ വാരി വലിച്ചിട്ടിങ്ങനെ. പിന്നെ ഇത് പുറത്തേക്കുള്ള വാതിലാണ്. അവിടെയും കുറച്ച് അരി സാധനങ്ങളൊക്കെ ഉണ്ടാവും, ഗോതമ്പ് പൊടിയും അങ്ങനത്തെ സാധനങ്ങൾ. അത് റൈസ് കുക്കറാണ്. പിന്നെ സാധനങ്ങളൊക്കെ അത് അടുക്കളയിൽ ഉണ്ടാവുന്നത്. ജ്യോതിക അവിടെ പാത്രം കഴിക്കാണ്. ജ്യോതിക അത്രയ്ക്കുള്ളൂ. ഇനി പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ തുടയ്ക്കാനൊരു മോപ്പുണ്ട്. ഇവിടെ അതാ ജസ്റ്റ് ഒരു അപ്പത്തിൻ്റെ വീടുണ്ട്, അവിടെ മോട്ടറുണ്ട്. പിന്നെ ആ കാണുന്നതാണ് ഞങ്ങൾ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഇടുന്നത്. അത്രയൊക്കെയുള്ളൂ. പിന്നെ അടുക്കളയിൽ നിന്ന് നേരെ കാണുന്നത് അതുല്യയുടെയും ജ്യോതികയുടെയും അനുപ്രിയയുടെയും റൂമാണ്. അത് ജ്യോതികയുടെയും അവരുടെ റൂമിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അനുപ്രിയയുടെ ബെഡ്, ഇത് ജ്യോതികയുടെ ബെഡ്, ഇത് അതുല്യയുടെ ബെഡ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഫുൾ അലങ്കോലമായിരിക്കും, കാരണം ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയാവാണ്. ഈ സൈഡ് കാണുന്നത് ബാത്റൂം. ഇവരുടെ ബാത്റൂം ഞാൻ തുറന്ന് കാണിച്ചിട്ടൊന്നുമില്ല, അവരുടെ ബാത്റൂമല്ലേ. അത് പിന്നെ എല്ലാമാണ് ബുക്കൊക്കെ വയ്ക്കുക. ഇവിടെ എക്സ്ട്രാ സ്റ്റഡി ടേബിളോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിലാണ് ബുക്കൊക്കെ വയ്ക്കുക. ഇത്രയേ ഉള്ളൂ ഇവരുടെ റൂം. ഇനി ഇങ്ങനെ പുറത്തിറങ്ങിയാൽ നേരെ ഫ്രണ്ട് ഡോറ് കയറി വന്ന ഉടനെ കാണുന്നത് അതില്ലേ, അതാണ് ഞങ്ങളുടെ റൂം. ഇത് കാണിച്ചു തരാം. ഇത് ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കാരണം കുറേയൊക്കെ ഞങ്ങൾ കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്തു. ഇത് ഹനീനയുടെ ബെഡ്, ഇത് അർച്ചനയുടെ, അത് എൻ്റെ ബെഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ബാഗ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്ത്യ അവിടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബുക്കും കാര്യങ്ങളൊക്കെ, എൻ്റെ ബുക്കൊക്കെ ഞാനൊരു ബാഗിലാക്കി വെച്ചോളൂ. അധികം ബുക്കൊന്നുമില്ല, കുറച്ച് ബുക്കുകളും. പിന്നെ അത് രാവിലത്തെ കുളിക്കാനുള്ളതും പല്ലേക്കാനുള്ളതും ആയിട്ടുള്ള സാധന സാമഗ്രികൾ. അത് തിരുമ്പാനുള്ള തുണിയാണ്. ഇനിയിപ്പോൾ തിരുമ്പാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ബക്കറ്റിലിട്ട് വെച്ചതാണ്. പിന്നെ ഈ സാധനം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ബാത്റൂമാണ്. ഈ വാതിൽ നിന്ന് കയറി വന്നാൽ ഈ സൈഡിലാണ് ബാത്റൂം ഉള്ളത്. എൻ്റെ ബാത്റൂം തുറന്ന് കാണിച്ചു തരാനൊന്നുമില്ല. ബാത്റൂം നല്ല മറ്റേ റൂമിനേക്കാൾ വലിയ ബാത്റൂമാണ് ഇതിട്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരുടെയും സാധനങ്ങളുണ്ട്. ഞങ്ങളുടെ 2 പേരുടെയും ബക്കറ്റ് ഇതാ, അത് അർച്ചനയുടെ ബക്കറ്റാണ്. പിന്നെ സോപ്പ് കാര്യങ്ങൾ, എല്ലാവരും ചില്ലറ എല്ലാ സാമഗ്രികളും അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഹോസ്റ്റല്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.